അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാധാരണ ഞങ്ങളിൽ പല ആൾമാരുടെ കംപ്ലൈൻ്റ് ആയിട്ടിക്കട് ഔത്തുൽ ബർക്കത്തില്ല ചെല്ലത്. ഔത്തുൽ ബർക്കത്തില്ല, നെമ്മതിയില്ല, എന്തും മുട്ട മണില്ല, ഇങ്ങനത്തെ എല്ലാം കുറേ കംപ്ലൈൻറ്റ്. ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യം നീക്കപ്പെടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് സാധാരണ ഞങ്ങളുടെ ഇടയിൽ പല ആൾമാർക്കും ഉണ്ട്. എങ്കിൽ ഇതേപോലത്തെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരാൾ വന്നിട്ട് ചെന്ന്, നബിയെ, എനിക്ക് തീരെ ഒരു ബർക്കത്തില്ലാത്ത അക പോലെ ആയിട്ട് എന്ത് തൊട്ടെങ്കിലും ബർക്കത്തില്ല, ഔത്തുൽ ദാരിദ്ര്യം നീക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഔത്തുൽ സമാധാനം കിട്ടവും നെമ്മതി കിട്ടവും ദാരിദ്ര്യം നീക്കപ്പെടുക ഒരു പരിഹാരം ആക്കി തരണമെന്ന് ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന്, ഇദാ ദഖൽത മൻസിലക ഫസല്ലിം ഇൻ കാന ഫീഹി അഹദുൻ ഔ ലം യകുൻ ഫീഹി. നിൻ്റെ ഔത്ത് നീ കടന്നിട്ടായെങ്കിൽ നീ എന്താക്കണം, സലാമ് ചൊല്ലണം. അഹ്ലുകാരുടെ മേലെന്താക്കണം, സലാമ് ചൊല്ലണം. അങ്ങനെ ഇക്കട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ട് ഇക്കട്ട്, ഏതായാലും ഔത്ത് കിടക്കുമ്പോൾ സലാമ് ചൊല്ലണോ, അത് ബർക്കത്ത് കാരണമാവുള്ളൂ. അപ്പോൾ ഔത്തുള്ള ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങൾ പെഞ്ഞമക്കാരായി ഇക്കിടാറ്. അപ്പോൾ ഞങ്ങൾ എന്താക്കണം, സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെല്ലാം. എന്നിട്ട് അവിടെ ഔത്തുൽ ഇന്നെങ്കിൽ സലാം ചെന്ന്, ഇന്ന് ഔത്തുൽ ആരില്ല, പെഞ്ഞമക്ക ഇവിടെ പോയിടാറ്, ഒക്കെ കാര്യമൊന്നുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എന്താക്കാം, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ ചെല്ലാം. സലാം ചെന്ന് രക്ഷയിട്ടിക്കിട്. അപ്പോൾ അള്ളാഹുടെ രക്ഷ ഞങ്ങളെ മേലും അതുപോലെ എല്ലാ സാലിഹായ അടിമയുടെ മേലും ഉണ്ടാവട്ടെ ചെന്നെങ്കിൽ ഔത്തുൽ ചിലപ്പോൾ മലായിക്കത്തേക്കും റഹ്മത്തിലെ മലായിക്കത്ത് ഔത്തുലിക്കും, അതുപോലെ അല്ലെങ്കിൽ സാലിഹായ ജിന്ന് നയിക്കും. അപ്പോൾ എനിക്കെല്ലാവർക്കും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സലാമാറ്റേക്ക് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. ഈ ഒരു സലാം ഔത്തുലാറില്ലാത്തപ്പോൾ ചൊല്ലണം. ഔത്ത് ഇന്നപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെല്ലാം. അതുപോലെ സുമ്മ സല്ലിം അലയ്യ, പിന്നെ നൻ്റെ മേൽ സലാമു ചൊല്ലറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ അങ്ങനത്തൊക്കെ സലാമു ചൊല്ലാം. അതെങ്ങനെ ചൊല്ലേ, സലാത്തും സലാം ഒട്ടിയായെന്നല്ല, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ചൊല്ലാം. അതിപ്പോൾ പള്ളിയിൽ കിടക്കുമ്പോൾ അതുപോലെ, പള്ളിയിൽ കിടക്കുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക വഗ്ഫിർ ലി ജമീഅ ദുനൂബി ചെന്നിട്ട് നമ്മൾ പള്ളിയിൽ കിടക്കണം. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്തുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അപ്പോൾ അതേപോലത്തെ ഒരു സ്വലാത്തും സലാമും എന്താക്കുക, ഔത്തുൽ കിടക്കുമ്പോൾ നബി തങ്ങൾ ചൊല്ലാം. അത് വലിയ ബർക്കത്തായിട്ട്. പിന്നെ സാധാരണ ഔത്തുൽ കിടക്കുമ്പോൾ ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വലാ റബ്ബിന തവക്കൽന, ഇത് സാധാരണ എല്ലാവരും ചൊല്ലാറുണ്ട്. അത് പ്രത്യേകിച്ച് സുന്നത്തായ നബി തങ്ങൾ ഉപയോഗിച്ചിട്ട് അതും ആ ദിക്റും ഞങ്ങൾ ചെല്ലണം. അത് പിന്നെ വക്ര ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലി സൂറത്തുൽ ഇഖ്ലാസിലെ ഞങ്ങൾ ഓതണോട്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് വലിയൊരു ബർക്കത്തുള്ള വലിയ പോരിശമുള്ള ഒരു സൂറത്തായിരിക്കും സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലാറ്. അത് ഔത്തുൽ കടക്കുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഓതണം. അല്ലാത്തപ്പോൾ ഓതി വലിയ കൂലിയുണ്ട്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിട്ട് ഒരു സ്വഹാബിയുടെ നബി തങ്ങൾ കടത്തിത്ത്. അങ്ങനെ ആ സ്വഹാബി യുദ്ധത്തിന് ഒരു സംഘത്തെ കൂട്ടിയും പോയിട്ട് അവിടെ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം ഫാത്തിഹ ഓതിത്ത്, സാധാരണ സൂറത്ത് ഓതിത്ത്, അതിൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എഷ്ടായിട്ട് ഓതിയിട്ടുണ്ട്. ഇത് സ്വഹാബത്ത് ഒരു സംശയമായിട്ട് എന്തിങ്ങനെ ഓതരേ. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട സ്വഹാബത്ത് ചെന്നാർ, നബിയെ, ഇങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് ഇമാമത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അയാൾ സാധാരണ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അത് എഷ്ടായാൽ ഓതിയിട്ട് ഇത് സമമാണ് കേട്ടാർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അയാളുടെ കേൾക്കുറത് എൻ്റെ അയാൾ ഓതിയിട്ടുള്ള അങ്ങനെ അയാൾ കേൾക്കുറവുണ്ട്. അപ്പോൾ അയാളുടെ കേട്ടപ്പോൾ അയാൾ ചെന്ന് അന്നഹ സിഫത്തുർ റഹ്മാൻ, ഖുൽ ഹുവല്ലാഹു അത് അള്ളാഹുടെ സിഫത്തുള്ള, അള്ളാഹുടെ വിശേഷണമുള്ള, അള്ളാഹുടെ തൗഹീദിനെ പ്രതിപാദിക്കുന്ന ഒരു സൂറത്തായിട്ട് അത് ഫാന ഉഹിബ്ബു അൻ അക്രാഹ, നക്ക് അത് ഓതൽ വലിയ ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ സൂറത്തുൽ ഇഖ്ലാസിലെ വലിയ ഇഷ്ടം വെക്കലായിട്ട് അദ്ദേഹം ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അഖ്ബിറൂഹു
പിന്നെ അന്നല്ലാഹ യുഹിബ്ബുഹു, അയാളുടെ ചൊല്ലറും അള്ളാഹു അയാളുടെയും ഇഷ്ടം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിനെ 6 പിരിസബേക്കിടാറ്, ഖുൽ അല്ലാഹു അഹദിനെ 6 ഓതാറ്. അങ്ങനെ അള്ളാഹുക്ക് വലിയ ഇഷ്ടമായിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ എനി ടൈം ഖുൽ അല്ലാഹു 6 ഓതാ, പ്രത്യേകിച്ചും ഔത്ത് കടക്കുമ്പോൾ ഖുൽ അല്ലാഹു അഹദ് ഓതുന്നുണ്ടെങ്കിൽ വലിയൊരു ഔത്തുക്ക് ബർക്കത്തായിരിക്കും, റഹ്മത്തായിരിക്കും. ഔത്തിൽ ദാരിദ്ര്യം നീക്കപ്പെടുന്നത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിപാടി തന്ന ഒരു കാര്യമായിരിക്കും. അള്ളാഹു അത് ചെല്ലുമ്പോൾ ഔത്തിൽ ധാരാളം ബർക്കത്ത് കിട്ടുന്നത് കാരണമായിട്ട് അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ.